എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ നന്ദയുടെയും ഗൗതത്തിന്റെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ പ്രിയ ആണെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അപ്പം നമ്മുടെ പ്രൊഫസറുടെ വീട്ടിലെത്തുകയാണ്. അപ്പൊ പ്രൊഫസർ ആണെങ്കിലും വളരെ സന്തോഷത്തിലാണ്, കുഞ്ഞും വളരെയധികം സന്തോഷത്തിലാണ്. കുഞ്ഞിനെ കണ്ടതും നമ്മുടെ കുഞ്ഞിന്റെ അപ്പച്ചി ആണെങ്കിൽ പറയുന്നുണ്ട്, ഇനിയിപ്പോ മോൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ആയല്ലോ, ഇനിയിപ്പം അപ്പച്ചി ഇവിടെ നിൽക്കണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ അപ്പച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതുമാത്രമല്ല, എൻ്റെ അമ്മയുടെ വീട്ടിലും ഒരുപാട് സ്വന്തക്കാരുണ്ട്, ആരെയും എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരെയും എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പൊ പ്രിയയ്ക്കും വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. വസന്താണെങ്കിലും വസന്തിനും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ സന്തോഷം നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും പ്രിയ നമ്മുടെ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഗൗതം ആണെങ്കിൽ വീട്ടിലെത്തിയതും നേരെ നമ്മുടെ വല്യമ്മയെ ഏറിൽ നിർത്തുകയാണ്. അതെ, വല്യമ്മ ഒറ്റൊരുത്തിയാണ് പ്രിയേച്ചിയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത്. നിങ്ങളുടെ സ്വന്തം മകളല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ദുഷ്ടയാവാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് വല്യമ്മയെ എടുത്തിട്ട് അങ്ങ് കൊടയുക. അപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ അമ്മയും അതുപോലെ തന്നെ ചെറിയമ്മയും ഒക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ഗൗതം, നീ എന്തിനാണ് ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പം ഗൗതത്തിന്റെ അച്ഛനാണെങ്കിലോ ഏട്ടത്തിയെ ഒരു കാരണം വെച്ചാലും വഴക്ക് പറയാനായിട്ട് ഗൗതത്തിന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഗൗതം ഇത് നിന്റെ വല്യമ്മയാണ് എന്നുള്ള കാര്യം നീ മറന്നോ എന്ന് ചോദിക്കുകയാണ്. വല്യമ്മയാണ് എന്നുള്ള കാര്യമൊക്കെ നല്ല രീതിയിൽ എനിക്ക് ബോധ്യമുണ്ട്, പക്ഷേ തെറ്റ് ചെയ്തത് എൻ്റെ വല്യമ്മയായാലും എൻ്റെ അമ്മയായാലും എൻ്റെ അച്ഛനായാലും അതാരാണെങ്കിലും ഞാൻ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഗൗതം നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ നന്ദയുടെയും ഗൗതത്തിന്റെയും ആ ഒരു പ്രയത്നം ഫലം കണ്ടിരിക്കുകയാണ്. അപ്പം വല്യമ്മ ചെയ്ത ആ ഒരു കൊടും ക്രൂരതയ്ക്കുള്ള ആ ഒരു ശിക്ഷ അത് വല്യമ്മ എന്തായാലും മേടിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും പ്രിയയും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. അപ്പൊ നമ്മുടെ ആ ഒരു കുഞ്ഞ് അത് പ്രിയയുടെ തന്നെയാണ് എന്നുള്ള കാര്യം പ്രിയക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇനിയിപ്പോ വസന്തമായിട്ട് ഒന്നിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. പക്ഷേ ഒന്നിക്കുന്നതിന് മുന്നേ തന്റെ അമ്മയെ വേണ്ട വിധം ഒന്ന് കാണണമെന്ന് പ്രിയ തീരുമാനിക്കുകയാണ്. അങ്ങനെ അരുന്ധതിയുടെ റൂമിലേക്ക് പ്രിയ കയറി ചെല്ലുക. അപ്പൊ പ്രിയ ചെല്ലുമ്പോഴത്തേക്കിനും അരുന്ധതിയുടെ മുഖത്താണെങ്കിലോ ഭയങ്കര കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീറി നിൽക്കുകയാണ്. ഒരമ്മയും തന്റെ മക്കളോട് ചെയ്യാൻ പാടില്ലാത്തത്രയും ക്രൂരതയാണ് അരുന്ധതി തന്റെ മോളോട് ചെയ്തത്. ഇത്രയും കാലം തൻ്റെ മോളുടെ ഭർത്താവിനെയും മോളെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും ഒക്കെ തമ്മിൽ പിരിച്ചത് അത് തൻ്റെ ഒറ്റ ആ ഒരു സ്വാർത്ഥ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യം അരുന്ധതിയുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നീറുകയാണ്. അപ്പൊ പ്രിയ ഡയറക്റ്റ് ചെന്നിട്ട് അരുന്ധതിയുടെ നേരെ ചെന്ന് ചോദിക്കുകയാണ്, അമ്മേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ബ്ലിങ്കസ്യാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിലും ഇനി താൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും തനിക്കുള്ള പൂട്ട് വീണ് കഴിഞ്ഞു, ഗൗതം തന്നെ പൂട്ടും എന്നുള്ള കാര്യം ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ് അരുന്ധതി. അപ്പൊ അരുന്ധതി പറയുന്നുണ്ട്, മോളെ അമ്മയ്ക്ക് പറ്റിപ്പോയി, മോള് നഷ്ടപ്പെട്ടു പോകരുത്, മോളുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ്, പിന്നെ മോളുടെ അച്ഛന്റെ കൊലയാളി വസന്താണ് എന്ന് വിചാരിച്ചു പോയി, അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്. അമ്മേ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖം കാണാനായിട്ട് എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതെല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എൻ്റെ ഭർത്താവിനെയോ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റി, ഇപ്പൊ എൻ്റെ കുഞ്ഞിനെ കൂടി എന്നിൽ നിന്ന് അകറ്റി. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടിയത്? എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്നും പറിച്ചെടുത്തിട്ട് എത്ര വർഷങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ഒന്നും അറിയാത്തവളെ പോലെ ജീവിച്ചത് എന്നുള്ള കാര്യമൊക്കെ പ്രിയ ഇങ്ങനെ ചോദിക്കുമ്പം അരുന്ധതി ഒന്നും ഒരക്ഷരം പോലും മറുത്ത് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും എന്തായാലും ഇനി നിങ്ങൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ പ്രിയയായിരിക്കും, നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പ്രിയ അരുന്ധതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിയമ നടപടി നേരിടേണ്ടി വരും. നിങ്ങൾ എന്തായാലും ഇനി ജയിലിലേക്ക് തന്നെ പോകും. ഇത്രയും കാലം ഈ വീട് ഭരിച്ച് ഇവിടെ ഉള്ളവരെയൊക്കെ ഭരിച്ച് നിങ്ങൾ അങ്ങ് കൊടുമുടിയിൽ നിൽക്കുമായിരുന്നല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് ഇറക്കാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പ്രിയ അവിടുന്ന് പോകുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും കാണുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്